വിഴിഞ്ഞം പോർട്ടിന് 13,000 കോടി രൂപയുടെ നിക്ഷേപം ലഭിച്ചു എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അതൊരു വലിയ സംഭവമായിട്ട് കൊട്ടിഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു നിക്ഷേപം ലഭിച്ചോ? ഒരു തേങ്ങയും ലഭിച്ചിട്ടില്ല. അപ്പൊ പിന്നെന്താ ഇവരൊക്കെ നിക്ഷേപം ലഭിച്ചു ഇത് ശരിക്കും പറഞ്ഞാൽ ആളെ വെറും മണ്ടനാക്കി അവരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാനുള്ള പരിപാടിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗൗതത്തിന് അറിയില്ല. ഞാൻ 4-5 ചർച്ചകൾ ഇന്നലെ പാതിരാത്രി, ഒന്നാമത്തെ രാത്രി വൈകിയാണ് എത്തിയത്. അതിനുശേഷം പോലും ഞാൻ ചർച്ചകളൊക്കെ കേട്ടിട്ടാണ് തുടങ്ങി. എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ പിന്നിൽ ഒറ്റ കാര്യമുള്ളൂ, അദാനി കുറച്ച് ചില്ലറ എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ന്യൂസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മനോരമ പത്രത്തിൽ ആദ്യം വന്നിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് കേരളത്തിലേക്ക് ഇത്ര വലിയ നിക്ഷേപം ആദ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് ഇന്ത്യയിൽ പോർട്ടുകളിൽ ഏറ്റവും വലിയ നിക്ഷേപമാണെന്ന് പറഞ്ഞു. ഈ നിക്ഷേപം എങ്ങോട്ട് വന്നേക്കണം? ഈ നിക്ഷേപം വന്നില്ലെങ്കിൽ നമുക്ക് വല്ല കുഴപ്പമുണ്ടാവും. വന്നാലും കേരളത്തിലൊരു പുല്ലുമില്ല, വന്നില്ലെങ്കിലൊരു പുല്ലുമില്ല. എന്താ കാര്യം അറിയുമോ? ഒത്തിരി ശ്രദ്ധിച്ച് കേൾക്കണത്, ഇതിൽ 2 കമ്പനികൾ, ഒന്ന് അദാനി, നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ ഇപ്പോൾ ജെറോമാണ് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. നേരത്തെ ദിവ്യ സയ്യർ ആയിരുന്നു ആ കമ്പനിയുടെ ഹെഡായിട്ടുള്ള ആൾ. ആ കമ്പനി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കമ്പനിയാണ്. രണ്ടാമത്തെ കമ്പനി അദാനി പോർട്ടുമായി നമ്മൾ സംസാരിച്ച് അദാനി പോർട്ട് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ ചുമതല ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽഡ് ഓപ്പറേറ്റ് ചെയ്തിട്ട് അവർ നമുക്ക് കൈമാറിയിട്ട് പോകും, അതിൽ നിന്നുള്ള ലാഭം എടുത്തിട്ട് പോകും. അതിനുവേണ്ടി അവർ 60 കൊല്ലത്തേക്ക് ഈ സാധനം പാട്ടത്തിനെടുത്തിരിക്കുന്നു. അവർ ഇത് ചെയ്തിരിക്കുന്നു. അവർ അതിനുള്ളൊരു എഗ്രിമെൻ്റ് എഴുതി. ആ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി ഒരു പുതിയ കമ്പനി അദാനി രൂപീകരിച്ചു. പുതിയ കമ്പനി രൂപീകരിച്ചിട്ടുള്ളത് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതായത് ശ്രദ്ധിച്ച് കേൾക്കണം, അദാനിക്ക് വിഴിഞ്ഞം പോർട്ടിൻ്റെ നടത്തിപ്പിന് വേണ്ടി മാത്രമായ ഒരു കമ്പനി രൂപീകരിച്ചു. അതിന് വേറൊരു പ്രൊജക്റ്റുകളൊന്നുമില്ല. ആ കമ്പനിയുടെ പേരാണ് AVPPL എന്ന് പറയുന്ന ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. ആ AVPPL എന്ന് പറയുന്ന ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ 100% ഷെയറും അദാനിയുടേതാണ്. ഇപ്പം ഗൗതത്തിൻ്റെ പേരിലാണ് കമ്പനിക്ക് 100% ഷെയർ എൻ്റെ പേരിലാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് മാത്രമേ ഉള്ളൂ. ആ പ്രൊജക്റ്റിൽ അദാനി മുടക്കിയേക്കുന്നത് 2,454 കോടി രൂപയാണ് ഇതുവരെ മുടക്കിയേക്കുന്നത്. ഏതാണ്ട് 61%, ഒരു 6,000 കോടി രൂപയുടെ അടുത്ത് കേരള ഗവൺമെൻറ്റും മുടക്കിയിട്ടുണ്ട്. ശ്രദ്ധിച്ചേക്കണേ, 2,454 രൂപ മാത്രമാണ് അദാനിയുടേത് പോയേക്കണം. പക്ഷെ അദാനിയുടെ ഈ കമ്പനി, അതായത് ഈ പ്രൊജക്റ്റിൻ്റെ 1ാം ഘട്ടം പുരോഗമിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ അദാനിയുടെ കമ്പനിയുടെ വാല്യുവേഷൻ നടത്തി. അദാനി വാല്യുവേഷൻ എന്ന് പറയുന്നത് വേറൊരു സെഗ്മെൻറ്റാണ്. ഞാനിപ്പോൾ വേണമെങ്കിൽ ഡീറ്റെയിൽസിലേക്ക് പോകാം, അല്ലെങ്കിൽ ചോദിച്ചാൽ മതി. അത് 27,000 രൂപയാണെന്ന് കണ്ടെത്തി. ഒരു കമ്പനിയുടെ വാല്യുവേഷനാണ്. ഈ വാല്യുവേഷനിലൊക്കെ തന്നെ നിരവധി കാര്യങ്ങളുണ്ട്. കാരണം അത് നമ്മൾ പറയുന്ന പോലെയൊക്കെ ആളുകൾ എഴുതരും കുറേയൊക്കെ. അപ്പോൾ അങ്ങനെ 27,000 രൂപ വാല്യുവേഷൻ ഉണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഷെയറുകളുടെ വാല്യൂ കൂടി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഷെയർ കമ്പനിയിലേക്ക് 49% ഷെയർ ഇദ്ദേഹം വേറൊരു കമ്പനിക്ക് കൊടുത്തു. ആ കമ്പനിയുടെ പേരാണ് MSC എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ. ലോകത്തിലെ വലിയ കമ്പനിയാണ്. 21% ലോകത്തിലെ ചരക്ക് നീക്കം അവരിലൂടെയാണ് നടക്കുന്നത്. 900-ലധികം ഷിപ്പുകളുണ്ട്, 200,000-ലധികം ജീവനക്കാരുണ്ട്. ഇതെല്ലാം ഭംഗിയായിട്ടുള്ള കമ്പനിയാണ്. ഒരുപാട് ദുരൂഹതകളും ഉണ്ടിട്ടാവും. 2-3 തവണ അവരിൽ നിന്ന് മയക്കുമരുന്നൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അപ്പോൾ അതൊക്കെ വരാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ആ കമ്പനി ഇവരുടെ കമ്പനിയിലേക്ക്, ആര്, അദാനിക്ക് 100% ഉണ്ടായിരുന്ന അദാനിയുടെ കമ്പനിയിലേക്ക് അവർ 49% ഷെയർ മേടിച്ച് അദാനിക്ക് 13,270 കോടി രൂപ കൊടുത്തിട്ടില്ല. ഇപ്പം കൊടുക്കും. ആർക്ക് ലാഭം? അദാനിക്ക് ലാഭം. ഒന്ന് ആലോചിച്ച് നോക്കണം. അദാനി 2,454 കോടി രൂപ അദാനി ആകെ മുടക്കിയിട്ടുള്ളൂ. ഏത് ഒരു പ്രൊജക്റ്റ് നിന്നിട്ടില്ല, ഒന്നും തീർന്നിട്ടില്ല. അദാനിക്കുള്ള ലാഭം എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. 335 ഏക്കർ ഗവൺമെൻറ്റിൻ്റെ സ്ഥലം, അത് അദാനിക്ക് ലാഭം. 2,454 കോടി രൂപ കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള 10,700 കോടി രൂപ അദാനിക്ക് ലാഭം. മൂന്നാമത്തത് ഈ വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ്, അദാനി വിഴിഞ്ഞം പോർട്ട് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 49% ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള 51% കമ്പനി, അതായത് കമ്പനിയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഇപ്പോഴും അദാനിയുടെ കയ്യിലാണ്. അദാനിക്ക് 3 ലാഭം. അതായത് 51% സ്വന്തം കമ്പനിയുടെ ഷെയർ ഇരിക്കുന്നു. രണ്ടാമത്തേത് ആ ഷെയറിൻ്റെ വാല്യൂ കൂടിയിരിക്കുന്നു. കാരണം എന്താ, ഈ ഇത്രയും കാശ് ഇങ്ങോട്ട് വരണം എന്ന് പറയുമ്പോൾ തന്നെ കമ്പനിയുടെ ലെവൽ മാറി. രണ്ടാമത്തത് 10,000 കോടി രൂപയോളം കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നു. മൂന്നാമത്തേത് നേരത്തെ പറഞ്ഞ സ്ഥലം എങ്ങനെ കൊടുത്തേക്കണമെന്നറിയോ? അതായത് പണയം വെച്ച് ലോൺ എടുക്കാനുള്ള അവകാശത്തോടുകൂടി ഈ സാധനം കൊടുത്തിരിക്കുന്നു. അദാനിക്ക് ലാഭം.
ഇതുവരെ എനിക്ക് കുഴപ്പമില്ലടാ. കാരണം ഇത് അദാനിനെ കൊണ്ടൊക്കെ ഇത് നടക്കുകയുള്ളൂ. അല്ലാതെ നമ്മളാരെങ്കിലും ചെന്ന് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനീനെ ഇങ്ങോട്ട് വിളിച്ച് വരുമെന്ന് പറഞ്ഞാൽ അവരൊന്നും വരില്ല. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇതെല്ലാം എനിക്ക് സഹിക്കാം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളോട് പറയാണ് എനിക്ക് ലോട്ടറി അടിച്ചു, ഗൗതം ഡാൻസ് കളിച്ചു എന്ന് പറയേണ്ട കാര്യം. എന്തിനാണ് അദാനി ഈ ഷെയർ വിറ്റത്? എന്തിനാ ഷെയർ വിറ്റത്? എന്തിനാന്ന് പറഞ്ഞുതരാം, അത് വേറെ കാര്യം. അല്ല, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മാധ്യമങ്ങളുടെ കാര്യം പറയണമല്ലോ. ഞാൻ പറയണത് ഗൗതത്തിന് ലോട്ടറി അടിച്ചു, എന്നോട് ഡാൻസ് കളിക്കാൻ പറയേണ്ട കാര്യം ഒന്നിരിക്കട്ടെ. ഇത് അദാനിക്ക് കിട്ടിയ ഗുണമാണ്. ഇനി ഇത് വന്നാലും വന്നില്ലെങ്കിലും കേരളത്തിനൊരു കുഴപ്പമില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞുതരാം. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ വിഴിഞ്ഞം പോർട്ടും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ കമ്പനിയും കൂടി ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് പ്രകാരം അടുത്ത ഘട്ടം, രണ്ടാം ഘട്ട വികസനത്തിലേക്ക് കേരള ഗവൺമെൻറ് വലിയ കാശ് മുടക്കണ്ട. മനസ്സിലായോ? അതായത് ഒരു 900 കോടി രൂപ കേന്ദ്രം കൂടി തന്നിട്ടുണ്ട്, വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട്. അത് തിരിച്ച് കേരളം കൊടുക്കേണ്ടതാണ്, വേറെ കാശ് കൊടുക്കണ്ട. പക്ഷേ അദാനി ഒരു 16,000 കോടി രൂപ മുടക്കണം. അദാനി 16,000 കോടി രൂപ ഇതിനകത്ത് മുടക്കണം. ഇത് അതുപോലെ ഇതിലേക്ക് ഫിനിഷ് ചെയ്യണമെങ്കിൽ 2028 ഇത് ഫിനിഷ് ചെയ്ത് കൊടുക്കണമെങ്കിൽ 16,000 കോടി കൂടി വേണം. ഈ 16,000 കോടി ഇനി അദാനിക്ക് മുടക്കണ്ട. ഈ ഷെയർ വിറ്റുകൊണ്ട് അദാനി ഉദ്ദേശിക്കുന്നത് എന്താണ്? സംഭവം സിമ്പിളാണെന്നേ. അടുത്ത 16,000 കോടി മുടക്കണമല്ലോ ഗൗതം. ആ 16,000 കോടി മുടക്കാനായിട്ട് ഈ കാശ് ഉപയോഗിക്കാം. അത്രമാത്രം. രണ്ട് കാര്യം. ഒന്ന്, അദാനിക്ക് ഇനി 16,000 കോടി മുടക്കുമ്പോൾ അടുത്തൊരു പ്രശ്നമുണ്ട് വേണ്ട. ഞാനും ഗൗതം 49% ഗൗതത്തിൻ്റെ കയ്യിലാണ്, 51% എൻ്റെ കയ്യിലാണ്. അപ്പം ഞാൻ 16,000 കോടി മുടക്കുമ്പോൾ ഞാൻ 8,000 കോടി മുടക്കിയാൽ മതി. ബാക്കി 8,000 കോടി ആര് മുടക്കണം? ഗൗതം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇതേവരെ 2,454 ചിലവായിട്ടുള്ളൂ. ഇനി ഒരു 8,000 കോടി കൂടി വന്നിട്ടുണ്ടെങ്കിൽ ചിലവാകും. അങ്ങനെ കൂടി വന്നാൽ ചിലവായാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൽ ക്ലോസ് ഉണ്ടാവണം, നിങ്ങൾക്ക് ഈ പണം എടുക്കാൻ പറ്റില്ല, വലിയ ക്ലോസ് ഒക്കെ ഉണ്ട്, അതൊന്നും നേടാൻ സാധ്യതയില്ല. അങ്ങനെ 8,000 കോടി രൂപ കൂടി ചിലവായാൽ പോലും 10,000 സംതിങ് കോടി ചിലവാവുള്ളൂ. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് കൈ നനയാതെ ഈ പോർട്ട് അങ്ങോട്ട് ഫിനിഷ് ചെയ്ത് കിട്ടും. ഇനി പോർട്ട് ഫിനിഷ് ചെയ്ത് കിട്ടിയാൽ എന്താ ഗുണമെന്ന് അറിയാമോ? ഇപ്പം ചില സാധ്യതാ പഠനങ്ങൾ മാത്രമാണ്. ആ സാധ്യതാ പഠനങ്ങൾ പറയുന്നത് 2,15,000 കോടി രൂപയുടെ റവന്യൂ ഇതിലൂടെ വരാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിലൂടെ ഗവൺമെൻറ്റിന് 35,000 കോടി കിട്ടുമെന്ന് പറയുന്നുണ്ട്. GST ഉൾപ്പെടെ 48,000 കോടി കിട്ടുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ വളരെ ലളിതമായ ചോദ്യം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ഗൗതം അറിയേണ്ടത് എന്താണ് ഈ പറയുന്ന പോലെ ഇവിടുത്തെ ജനത്തിനോട് സന്തോഷിച്ചാട്ടെ എന്ന് ഈ മാധ്യമങ്ങളൊക്കെ പറയണത് എന്താണ്? ഒരു ഐഡിയ ഇല്ല നമുക്ക്. ഇതുകൊണ്ട് ആകെയുള്ള ഗുണം, ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇനിയിപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നില്ലെന്ന് വിചാരിക്കും, അദാനിയുടെ ഷെയർ ആരും മേടിക്കില്ലെന്ന് വിചാരിക്കും. പക്ഷെ അദാനി ആ പണം കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി ഈ 335 ഏക്കർ സ്ഥലം 60 കൊല്ലത്തേക്ക് പാട്ടത്തിന് കൊടുത്തേക്കണേ. അപ്പൊ അദാനിക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് നോക്കി. ഇത് കേട്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെടണം കേട്ടാ. ലോകത്തുള്ള എല്ലാ പരിപാടികളിലും എല്ലാ ബിസിനസ്സുകളിലും ഇതുപോലെയൊക്കെ തന്നെ നടക്കുന്നത്. അതുകൊണ്ടാണ് കുറെ മുമ്പ് ദേശാഭിമാനി എഴുതിയതെന്ന് തോന്നുന്നു അല്ലേ, അത് കടൽ കൊള്ളയാണെന്ന്. അല്ല, കടൽ കൊള്ള എന്നൊന്നും പറയാനില്ല. ഇതിന്റെ പിന്നിൽ കടൽ കൊള്ള എന്നൊക്കെ എഴുതാനായിട്ട് അന്നത്തെ കാര്യത്തിൽ വേറെ പല കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ അതിലേക്ക് നമ്മൾ പോകണ്ട. ഈ പാട്ടത്തിന് കൊടുത്തതുണ്ടല്ലോ, LDF ഇരിക്കുന്ന കാലത്ത് അത് മാറ്റായിരുന്നല്ലോ. അല്ല, അതൊന്നും മാറ്റലൊന്നും എളുപ്പമുള്ള കാര്യമില്ല. ഗവൺമെന്റ് ഓഫ് കേരള വേറെ ആരെങ്കിലും ആയിട്ടൊരു എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റലൊന്നും നടക്കുന്ന കാര്യമില്ല. ഇപ്പൊ നാളെ VD സതീശൻ വിചാരിച്ചാൽ ഇത് മാറ്റേണ്ട കാര്യമില്ല. പക്ഷെ ഇപ്പൊ VD സതീശനെ സംബന്ധിച്ചോളം ഇപ്പൊ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരു വയലേഷൻ നടത്തിയിട്ടുണ്ട്. ആ വയലേഷൻ നടത്തിയതും ഞാൻ പറയുന്നത് വലിയ കാര്യമില്ല. അതായത് താങ്കൾ പറഞ്ഞത് ഒപ്പിട്ടൊരു സാധനം മാറ്റാൻ പറ്റില്ല. ഒപ്പിട്ടൊരു സാധനം എന്നല്ല, ഒപ്പിട്ട എഗ്രിമെന്റ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. താങ്കൾ വരുന്നത് മറ്റേ MOU-ലേക്കാണെന്ന് എനിക്കറിയാം, ഇതിന്റെ PM ശ്രീയുടെ അതിലേക്കല്ല. അത് മാറ്റാൻ പറ്റും, കാരണം നടപ്പിലാക്കിയിലേക്ക് ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ ഇതിന്റെ കാര്യത്തിൽ അതല്ല. ഇത് ഒപ്പിട്ടതാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലീഗലി ബൗണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ ഇപ്പം അതല്ല. പിന്നെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ കാലത്ത് പോലും 5 കൊല്ലം നീട്ടിക്കൊടുത്തിട്ടുണ്ട്. കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് പണിയിൽ ഒരുപാട് വീഴ്ചകളുണ്ടായി, വൈകലുണ്ടായപ്പോഴത്തേക്കും ഇത് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള പ്രശ്നം ഇതിൽ അദാനി അത് ആ പ്രൊജക്ട് കണ്ടക്ട് ചെയ്യുന്നതിലൊന്നും കുഴപ്പമില്ല. ഈ ദേശാഭിമാനി പോലും എഴുതിയത് ഇത് LDFന്റെ അവര് പോലും ആഘോഷിച്ചു. ദേശാഭിമാനി ആരെങ്കിലും എന്തെങ്കിലും എഴുതി, LDFന്റെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ നിക്ഷേപം വന്നതെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. അല്ല, അത് തീർച്ചയായിട്ടും ദേശാഭിമാനി എഴുതിയൊരു കാര്യമാണ്. പിറ്റേ ദിവസം ദേശാഭിമാനി പിൻവലിച്ചല്ലോ. കാരണം അതിപ്പോ സ്വാഭാവികമായിട്ട് ഒരു പത്രത്തിൽ നിന്ന് എഴുതുന്ന ഒരാളുടെ വിവരക്കേട് എന്ന് മാത്രം അങ്ങോട്ട് വിചാരിച്ചാൽ മതി. അല്ലാതെ അതിൽ വലിയ കാര്യമില്ല. ഇനി ദേശാഭിമാനി എഴുതിയത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞപ്പോഴും അന്നേരം അവർക്ക് അതിനെക്കുറിച്ച് വലിയ ക്ലാരിറ്റി ഉണ്ടായില്ല. കാരണം ഇതിൽ ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് സതീശൻ പറഞ്ഞപ്പോഴത്തേക്കും അതിൽ വ്യക്തത വരുത്തി എന്നാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആ ദിവസം വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമായിരുന്നു. പക്ഷെ ഇതിനെ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയുമ്പോഴാണല്ലോ. എൻ്റെ ചോദ്യം ഈ രാഷ്ട്രീയമൊന്നുമല്ല. എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. മാധ്യമങ്ങൾ എന്താണുള്ളത്?
പിന്നെ ചില ആളുകൾ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് പറയുന്നുണ്ട് ഈ കമ്പനി അവിടെ ലിസ്റ്റ് ചെയ്തു, ഇവിടെ ലിസ്റ്റ് ചെയ്തു. എന്ത് ലിസ്റ്റ് ചെയ്തു? എൻ്റെ പൊന്നു സുഹൃത്ത്, ഇതൊക്കെ അദാനിയുടെ കേസിൽ ഇത് പണ്ടും നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഒരു കൊല്ലം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അദാനിയെ കുറിച്ച്. അതായത് അദാനിയുടെ കമ്പനി എന്ന് പറയുന്നത് അദാനി പവർ. ഈ അദാനി പവർ $3 ബില്യൺ അമേരിക്കയിൽ നിന്ന് കടം മേടിച്ച്, എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് മേടിച്ച് ഇവിടെ കൊണ്ടുവന്നു. ന്യൂയോർക്കിലൊരു കേസുണ്ട് അദാനിക്കെതിരെ. ആ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് മേടിച്ച പണം ഇവിടെ കൈക്കൂലി കൊടുക്കാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അമേരിക്കയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് മേടിച്ച് കൈക്കൂലി കൊടുക്കാൻ പാടില്ല. എങ്ങനെ പുള്ളി ഉപയോഗിച്ചെന്നുള്ളത് 54 പേജുള്ള കുറ്റപത്രം ഞാൻ വായിച്ചു നോക്കിയിട്ടും എനിക്ക് ഇവിടെ എങ്ങനെ എന്തിനു വേണ്ടി ഇതൊക്കെ കൈക്കൂലി കൊടുത്തു എന്ന് എനിക്ക് കണ്ടെത്താൻ പറ്റില്ല. ഞാനൊരു 10ഓളം വരുന്ന മീഡിയ ഹൗസുകളുടെ എഡിറ്റർമാരൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് പോലും അവർക്ക് പോലും ഇതിന്റെ കാര്യം അറിയില്ല. അദാനിക്കെതിരെ കേസുണ്ട് എന്ന് മാത്രമേ വരുന്നുള്ളൂ. ലാസ്റ്റ് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ എന്താ സംഭവം എന്നറിയോ? സംഭവം വളരെ ലളിതമാണ്. അതായത് അദാനി എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഓരോ ഇലക്ട്രിസിറ്റി ബോർഡുകൾക്കും ഗവൺമെന്റുകൾക്കും കൈക്കൂലി കൊടുത്തേക്കാണ്. എന്ന് പറഞ്ഞാൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റിന് വേണ്ടി മാത്രം 1658 കോടി കൈക്കൂലി കൊടുത്തേക്കണേ. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ മറ്റേ ഇതിൽ നിന്ന് ഇവര് ഈ അദാനി പവറുമായിട്ട് യാതൊരു ഡയറക്റ്റ് ഡീലിംഗും ഇല്ല. പിന്നെ എന്തിന് കൈക്കൂലി എന്നുള്ളത് നമ്മൾ അപ്പോഴും അത്ഭുതപ്പെടും. പിന്നെയാണ് നമ്മൾ കണ്ടെത്തുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഞങ്ങൾ കൂടിയ വിലക്ക്, അദാനി പവർ ഇലക്ട്രിസിറ്റി കൂടുതലാണ്, ആ കൂടിയ വിലക്ക് ഞങ്ങൾ കൂടുതൽ പർച്ചേസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഈ സോളാർ എനർജി കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് കമ്പനിയുമായിട്ടൊരു പർച്ചേസ് എഗ്രിമെന്റ് ഒപ്പിടണം. അങ്ങനെ പർച്ചേസ് എഗ്രിമെന്റ് ഒപ്പിട്ടാൽ ഈ സോളാർ എനർജി കോർപ്പറേഷൻ അദാനിയുടെ കയ്യിൽ നിന്ന് കൂടിയ വിലക്ക് സാധനം മേടിച്ചിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കാം. അങ്ങനെ 5 സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കുന്നതിന് വേണ്ടിയാണ് പുള്ളി 2088 കോടി രൂപ കൈക്കൂലി കൊടുത്തത്. അങ്ങനെ അദാനിയുടെ 10,000 രൂപയെങ്കിലും ലാഭം വരുന്ന കുറേ ഇലക്ട്രിസിറ്റി സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കൂടിയ വിലക്ക് വിറ്റഴിച്ചത്. അതിൽ ഏറ്റവും വലിയ തരികിട കാണിച്ചത് ജഗൻമോഹൻ റെഡ്ഡിയുടെ ആന്ധ്രാപ്രദേശിലെ ഗവൺമെന്റാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ പറയുന്ന പോലെ മറ്റേ പൃഥ്വിരാജ് മറ്റേ സിനിമ പറയുന്നുണ്ട്, മറ്റേ പോക്കിരിരാജ സിനിമയിൽ, അതായത് ചേട്ടൻ്റെ അടി നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റില്ല, നിങ്ങൾ സ്ലോ മോഷനിൽ റിവൈൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ സ്ലോ മോഷനിൽ റിവൈൻഡ് ചെയ്താലേ ഇത് ബോധ്യമാവുള്ളൂ. ഇത് എല്ലാ മാധ്യമങ്ങളും ഇത് ചെയ്തേക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം ഇതിൻ്റെ പിന്നിലുള്ള ചില അദാനിയുടെ സാമ്പത്തിക കുൽസിതങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് അതുകൊണ്ട് ഭയങ്കര കാര്യമായി ആഘോഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ MSC ഷിപ്പിംഗ് കമ്പനിയുടെ എൽസ 3 എന്ന് പറയുന്ന ഒരു ഷിപ്പ് ഇവിടെ ഒന്നും അറിയുകയും അതിനെതിരെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഉണ്ടാക്കി എന്ന് പറയുന്ന കേസ് എടുത്തുകയും അതിനേതാണ്ട് 19 കോടി രൂപ നമ്മൾ നഷ്ടപരിഹാരം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ഇത്ര വലിയ കമ്പനി കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എത്തിയിരിക്കുന്നു, ഇനി നമുക്കതെല്ലാം ഒഴിവാക്കി കൊടുക്കാമെന്ന് പറയുന്ന കാര്യത്തിലേക്ക് സിമ്പിളായിട്ട് അങ്ങോട്ട് എത്തിച്ചേരും.